നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലിസ്ട്രേഷൻ നമ്പർ 10 CMA അപ്ഡേറ്റഡ് മെറ്റീരിയൽ 485. ഓക്കെ, നമുക്കിനി ഞാൻ പറഞ്ഞു നെറ്റ് പ്രസന്റ് വാല്യൂ NPV-യിലുള്ള ക്വസ്റ്റ്യൻ, അതായത് റീപ്ലേസ്മെന്റ് മോഡലുള്ള ക്വസ്റ്റ്യൻസും അക്സെപ്റ്റ് ഓർ റിജക്ട് ഡിസിഷൻ, ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്ട്സിന്റെ കമ്പാരിസണും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. കൺസെപ്റ്റ് കൃത്യമായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു സ്ട്രക്ചർ വയ്ക്കാം. ഈ ഒരു സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യന് ഈ സ്ട്രക്ചറിനകത്ത് എന്തൊക്കെ വേണം അതിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ആൻസർ കൃത്യമായി കിട്ടും. അപ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ NPV അല്ലെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ ആണ്. ഞാൻ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനകത്ത് പറഞ്ഞു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇതാണ് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇതിനെ ഞാൻ കുറച്ച് സ്റ്റെപ്സിനകത്താക്കി ഒന്നുകൂടെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓർ ഇൻക്രിമെന്റൽ ക്യാഷ് inflow. Then step 3 എന്ന് പറയുന്നത് present value of terminal cash inflow or salvage value. Okay, then step 4 എന്ന് പറയുന്നത് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആണ്. സ്റ്റെപ്പ് 2 പ്ലസ് സ്റ്റെപ്പ് 3 ദി ഹോൾ മൈനസ് സ്റ്റെപ്പ് 1. ഓക്കെ, സ്റ്റെപ്പ് 1 പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓർ ഇൻക്രിമെന്റൽ ക്യാഷ് ഇൻഫ്ലോ. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓർ സാൽവേജ് വാല്യൂ. റീപ്ലേസ്മെന്റ് ഡിസിഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് സാൽവേജ് വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് 3 അത് ഇൻഫ്ലോ ആയിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 പ്ലസ് 3 ദി ഹോൾ മൈനസ് സ്റ്റെപ്പ് 1. ഓക്കെ, 2ഉം 3ഉം നമ്മളെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻഫ്ലോസ്, ക്യാഷ് ഇൻഫ്ലോസ് ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. Present value of cash inflow. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ മാത്രം ക്യാഷ് ഔട്ട്ഫ്ലോ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതാണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് അക്സെപ്റ്റൻസ് റൂൾ എന്ന് പറയുന്നത് if net present value is positive then accept. If net present value is negative then reject. If NPV is 0 then make or may not accept or reject. ഓക്കെ, നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമുക്കത് കൃത്യമായ ഡിസിഷൻ റിജക്ട് ചെയ്യാൻ എഴുതാം. നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല 0 ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഓപ്ഷനാണ്, ഇൻവെസ്റ്ററുടെ ഓപ്ഷനാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ 4 സ്റ്റെപ്പ്. ഈ 4 സ്റ്റെപ്പിൽ നിന്നുകൊണ്ടേ നമുക്ക് കൃത്യമായിട്ടും ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഫൈനലിലൊക്കെ പോകുന്ന സമയത്തും
ഫൈനലിൻ്റെ എഫ്എമ്മിനകത്തും ഫസ്റ്റ് ഏരിയ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ലീസിംഗ് ഡിസിഷൻ ഒക്കെ കിടപ്പുണ്ട്. ഈ നെറ്റ് പ്രസന്റ് വാല്യൂവിൻ്റെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഒക്കെ എക്സ്റ്റൻഷൻ ആണ്. ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എവിടെയും പഠിക്കാനുണ്ട്, ഫൈനലിലുണ്ട്. അപ്പം ആ സമയത്ത് ലീസിംഗ് ഡിസിഷൻ എല്ലാം പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബേസ് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫൈനലിൽ എഫ് എം കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അതിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question. A company has just installed a machine model A. Model A എന്ന് പറയുന്ന ഒരു മെഷീൻ ഒരു കമ്പനി ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. The manufacture of a new product of capital cost of rupees 1 lakh. അതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. Then annual operating costs are estimated at 50,000 excluding depreciation, and these costs are estimated on the basis of an annual volume of 1 lakh units of production. ഈ കോസ്റ്റ് എല്ലാം അവർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 1 lakh unit of production ആണ്. അപ്പോൾ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1 lakh unit ആണ്. Then the fixed cost at this volume 1 lakh units of output will amounts to rupees 4 lakh per annum. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 4 lakh per annum. 4 ലക്ഷം രൂപയാണ് ഇവിടുത്തെ ഫിക്സഡ് കോസ്റ്റ്. 1 ലക്ഷം യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തുന്നതിന് ഇൻക്ലൂഡ് ആവാൻ പോകുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 4 lakh rupees ആണ്. സെല്ലിംഗ് പ്രൈസ് ഈസ് rupees 5 per unit of output. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5 രൂപയാണ് പെർ യൂണിറ്റിന്. ദെൻ നമുക്ക് വേണ്ടത് ഓക്കെ, ദെൻ മെഷീൻ ഹാസ് എ 5-year ലൈഫ് വിത്ത് നോ റെസിഡ്യുവൽ വാല്യൂ. ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ റീഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മോഡൽ എ എന്ന് പറയുന്ന ഒരു പുതിയ മെഷീൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ മെഷീൻ്റെ കാര്യമാണ്. 1 lakh യൂണിറ്റ് കപ്പാസിറ്റി ഉണ്ട്. 1 lakh യൂണിറ്റ് കപ്പാസിറ്റിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഒരു 50,000 rupees ഒരു ആനുവൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആവും. ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഡിപ്രീസിയേഷൻ ഒഴികെ ഒരു 50,000 rupees ആനുവൽ കോസ്റ്റ് ആവും. then ഒരു 4 lakh rupees പ്രൊഡക്ഷൻ കോസ്റ്റ് ആവും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5 rupees ആണ്. 1 lakhന്റെ ഇത് കപ്പാസിറ്റി ഉണ്ട് മെഷീന്. അതുപോലെ റെസിഡൽ വാല്യൂ നില്ലാണ്. റെസിഡൽ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലറിൽ പറയുന്നത് ആ റെസിഡൽ വാല്യൂ എന്ന് പറയുന്നത് നില്ലാണ്. ദ കമ്പനി ഹാസ് നൗ കം അക്രോസ് അനദർ മെഷീൻ കോൾഡ് സൂപ്പർ മോഡൽ. കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും വേറൊരു മോഡലിനെ പറ്റി അറിഞ്ഞു. സൂപ്പർ മോഡൽ എന്ന് പറയുന്നത് ഇപ്പൊ മോഡൽ എ ആണ്. ഇനി നമുക്ക് സൂപ്പർ മോഡൽ എന്ന് പറയുന്ന ഒരു മെഷീനെ പറ്റി കൂടെ കമ്പനി കേൾക്കുന്നുണ്ട്. which is capable of giving the same volume of production at an estimated annual operating cost of 30,000 exclusive of depreciation. Okay, അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അല്ലെ അതിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ആനുവൽ ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 rupees ആണ്, എക്സ്ക്ലൂസീവ് ഓഫ് ഡിപ്രീസിയേഷൻ. അപ്പോൾ മോഡൽ എക്ക് ആനുവൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആയിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന സൂപ്പർ മോഡൽ എന്ന് പറയുന്ന മോഡലിന്, മെഷീൻ മോഡലിന് 30,000 rupees ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉള്ളൂ. അവിടെ ഒരു 20,000 rupees എന്തുണ്ട്, ഒരു സേവിങ്സ് ഉണ്ട്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ കൺസെപ്റ്റലി വളരെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. കാര്യം നെറ്റ് പ്രസന്റ് വാല്യൂയുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു സ്റ്റോറി പോലെ ആയിരിക്കും സാധനം വരുന്നത്. നമ്മൾ കൃത്യമായിട്ട് തുടക്കം വരെ വായിച്ച് മനസ്സിലാക്കിയെടുത്ത് പറഞ്ഞ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് അതിനകത്ത് നമ്മളെടുത്ത് കയറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. Okay, then the fixed cost will however remain the same in value, that is 4 lakh rupees. The machine also will have a 5-year life with no residual value. The capital cost of this machine is 1,50,000 rupees. അപ്പോൾ മോഡൽ എ എന്ന് പറയുന്ന മെഷീൻ നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 lakh rupees ആണ്. സൂപ്പർ മോഡൽ എന്ന് പറയുന്ന ഒരു മെഷീനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,50,000 rupees ആണ്. ഇതിനും ഫിക്സഡ് കോസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. മേളിൽ പറഞ്ഞ പോലെ തന്നെ 4 lakh rupees ആണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. റെസിഡൽ വാല്യൂ നില്ലാണ്. The company has an offer for the sale of machine A. Okay, machine model A. ഇപ്പൊ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് എന്തുണ്ട്, വേറൊരാൾ വന്നിട്ട് പറയുവാണ് ഈ പറഞ്ഞിരിക്കുന്ന മോഡൽ എ എന്ന് പറയുന്ന മെഷീൻ എടുത്തോളാം, പർച്ചേസ് ചെയ്തോളാം. അപ്പൊ ഇവർക്ക് അതൊരു സെയിൽ ഓഫർ ആണ്. Then which has just been installed at 50,000 and the cost of removal therefore will amount to rupees 10,000. Okay, അപ്പോൾ നമുക്ക് ഇവർ 1 lakh rupees മുടക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്ന ഇവരുടെ എന്താ പറയുക
1,00,000 മുടക്കിയിട്ട് ഇവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇവരുടെ മോഡൽ എ എന്ന് പറയുന്ന മെഷീൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ടും അതിനൊരു പർച്ചേസ് ഓർഡർ വരികയാണ്. ഈ സാധനം നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 50,000 റുപ്പീസ് കിട്ടും. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 50,000 റുപ്പീസിന് മോഡൽ എ വേറൊരു ബയറുണ്ട്, അത് മേടിച്ചോണ്ട് പോകും. പക്ഷേ അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്ക് എന്തുണ്ട്, ഒരു 10,000 റുപ്പീസിൻ്റെ അഡീഷണൽ എക്സ്പെൻഡിച്ചർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന് കമ്പനി ഇത് റിമൂവ് ചെയ്ത് വിടാൻ പറ്റത്തുള്ളൂ. Then, in the view of the lower operating cost, the company is desirous of dismantling of the machine model A and installing the super model machine, assuming that model A has not yet started commercial production and that the time lag in the removal thereof and the installation of the super model is not material. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ, പ്രൊഡക്ഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിനകത്ത് ഒരു 20,000 റുപ്പീസിന്റെ ഒരു സേവിങ്സ് ഉണ്ട്. ഓക്കെ, മോഡൽ ആണെന്നുണ്ടെങ്കിൽ 50,000 റുപ്പീസ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. സൂപ്പർ മോഡൽ എന്ന് പറയുന്ന മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 30,000 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഒരു 20,000 റുപ്പീസിന്റെ എന്തുണ്ട്, സേവിങ്സ് ഉണ്ട്. അപ്പോൾ ഈ സേവിങ്സ് കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ സ്വാഭാവികമായിട്ടും മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷേ പ്രൊഡക്ഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ വെച്ചേക്കുന്ന മെഷീൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട് തൊട്ടടുത്ത മോഡലായ സൂപ്പർ മോഡൽ എന്ന് പറയുന്ന വേറൊരു മെഷീൻ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു പ്ലാൻ ഇടുന്നത്. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ പ്രൊഡക്ഷൻ ഒന്നും നടത്തി തുടങ്ങാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് ഒരു ഇമ്മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അത് കൺസിഡറബിൾ ഫാക്ടർ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. The cost of capital is 14% and the present value factor of each of the 5 years respectively are 0.877, 0.769, 0.675, 0.592 and 0.519. 14% ആണ് ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രസന്റ് വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഗിവൺ ആണ്. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് whether the company should replace a model A machine by installing the super model machine. Will there be any change in your decision if model A has not been installed? The company in the process of consideration of selection of either of the two models of the machine. Present suitable statement of to illustrate your answer. സിമ്പിൾ പരിപാടിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന മോഡൽ എ റീപ്ലേസ് ചെയ്തിട്ട് സൂപ്പർ മോഡൽ ഇൻസ്റ്റാൾ ചെയ്യണോ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? ഇല്ല. അസംഷൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഒരു പാരഗ്രാഫിനകത്ത് 2 ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന മോഡൽ എ റീപ്ലേസ് ചെയ്തിട്ട് സൂപ്പർ മോഡൽ രണ്ടാമത് റീഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ മോഡൽ എ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു അസംഷൻ എടുക്കുകയാണ്. ഇപ്പോൾ മോഡൽ എ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മോഡൽ എ ഇല്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ മോഡൽ എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആണ്. വെദർ വി ഹാവ് ടു ഗോ ഫോർ മോഡൽ എ ഓർ വി ഹാവ് ടു ഗോ ഫോർ സൂപ്പർ മോഡൽ. ദാറ്റ്സ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ് അണ്ടർ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. ഇതാണ് ഫസ്റ്റ് കേസ്. അതായത് നമ്മളിപ്പോൾ മോഡൽ എ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് സൂപ്പർ മോഡൽ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡിൽ നമ്മളൊരു സംഗതി ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് 1 പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ പർച്ചേസ് കോസ്റ്റ് നമുക്കിപ്പോൾ സൂപ്പർ മോഡൽ ആണല്ലോ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് കോസ്റ്റ് ഓഫ് സൂപ്പർ മോഡൽ ഈക്വൽ ടു 1,50,000. 1,50,000 റുപ്പീസ് ആണ് സൂപ്പർ മോഡൽ എന്ന് പറയുന്ന പുതിയ മെഷീൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ആവുന്ന മെഷീൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോഡൽ എ എന്ന് പറയുന്ന ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ മോഡൽ എ എന്ന് പറയുന്ന നമുക്ക് മെഷീൻ നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ടാണ് സൂപ്പർ മോഡൽ എന്ന് പറയുന്ന സംഗതി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ മോഡൽ എ നമ്മൾ ചെയ്യുമ്പോൾ സെയിൽ ചെയ്യുമ്പോൾ സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് മോഡൽ എ ഈക്വൽ ടു 50,000 rupees. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത മോഡൽ എ നമുക്ക് രണ്ടാമത് റീസെയിൽ വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50,000 rupees ആണ്.
പക്ഷേ 50,000 റുപ്പീസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വീണ്ടും ഒരു കോസ്റ്റ് ഓഫ് റിമൂവൽ ഉണ്ട്. ഒരു 10,000 റുപ്പീസ്. അങ്ങനെ ആക്ച്വലി നമുക്കൊരു 40,000 റുപ്പീസേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്കവിടെ കിട്ടത്തുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ മോഡൽ എ എന്ന് പറയുന്ന സംഗതി റീസെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു 50,000 റുപ്പീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നമുക്കൊരു 10,000 റുപ്പീസ് കോസ്റ്റ് ഓഫ് റിമൂവൽ അല്ലെങ്കിൽ റിമൂവൽ കോസ്റ്റ് ആവും. അപ്പൊ അങ്ങനെ നെറ്റ് ആയിട്ട് നമുക്ക് നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 40,000 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ 1,50,000 കിട്ടുമ്പോൾ അതിന് 40,000 പോയി കഴിഞ്ഞാൽ 1,10,000 റുപ്പീസ് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഒന്നുകൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ 1,50,000 രൂപ കൊടുത്തിട്ട് ഞാൻ സൂപ്പർ മോഡൽ എന്ന് പറയുന്ന മെഷീൻ പർച്ചേസ് ചെയ്യണം. പക്ഷെ എന്റെ കയ്യിലിരിക്കുന്ന മെഷീൻ ഞാനിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 50,000 രൂപ കിട്ടും. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ മെഷീൻ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് റീപ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും ഒരു 10,000 രൂപയുടെ കോസ്റ്റ് ആവും. ശരിക്കും ഞാൻ എന്റെ ഇരിക്കുന്ന മോഡൽ എന്ന് പറയുന്ന മെഷീൻ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് 40,000 രൂപ അപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ പുതിയ മെഷീന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന 1,50,000 എന്ന് പഴയ മെഷീനിൽ നിന്ന് കിട്ടുന്ന നെറ്റ് സെയിൽസ് പ്രൊസീഡിങ്സ് ആയിട്ട് 40,000 റുപ്പീസ് കുറയ്ക്കും. പക്ഷെ ശരിക്കും എന്റെ പോക്കറ്റിൽ നിന്ന് എത്രയേ പോകുന്നുള്ളൂ? 1,10,000 റുപ്പീസ് ഇപ്പോൾ പോകുന്നുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ. ഇൻക്രിമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ എന്നാണ് അർത്ഥം. ഓക്കെ, ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ അഡീഷണൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയാം. ഇൻക്രിമെന്റൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് നമുക്ക് തന്നെ പറയാം. ഇൻക്രിമെന്റൽ അപ്രോച്ച് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഇരിക്കുന്ന ഒരു ഓപ്ഷനും വേറൊരു പുതിയ ഓപ്ഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ്. രണ്ട് ഓപ്ഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇൻക്രിമെന്റൽ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ മോഡൽ എയിൽ നിന്നും സൂപ്പർ മോഡലിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് അഡീഷണലി അല്ലെങ്കിൽ ഇൻക്രിമെന്റലി നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ, അതാണ് ഇൻക്രിമെന്റൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു 1,00,000 റുപ്പീസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത് മോഡൽ ചെയ്യുന്നതാണ്. അതിന് 1,50,000 റുപ്പീസ് ആണ് സൂപ്പർ മോഡൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫ്ലോ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ആ എക്സസ് ആയ 50,000 റുപ്പീസ് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ മോഡൽ എ, സൂപ്പർ മോഡൽ, സെയിൽസ്. മോഡൽ എ ആണെന്നുണ്ടെങ്കിലും സൂപ്പർ മോഡൽ ആണെന്നുണ്ടെങ്കിലും നമുക്ക് 1,00,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ നടത്തി സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5 ആണ്. അങ്ങനെ നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത് 5,00,000 റുപ്പീസ് ആണ്. ദെൻ ലെസ് എക്സ്പെൻസസ് ലെസ് ചെയ്യണം. എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് മോഡൽ എക്ക് 50,000 റുപ്പീസ് ആണ്. മോഡൽ ബിക്ക് അല്ലെങ്കിൽ സൂപ്പർ മോഡലിന് 30,000 റുപ്പീസ് ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഫിക്സഡ് എക്സ്പെൻസസ് ഉണ്ട്. ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മോഡൽ എയിൽ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ സൂപ്പർ മോഡലിൽ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു 4,00,000 റുപ്പീസ് ഫിക്സഡ് കോസ്റ്റ് ആവും. ഓക്കെ, ദെൻ ടോട്ടൽ കോസ്റ്റ്. $4,50,000. Then ഇവിടെ 4,30,000 ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 50,000 റുപ്പീസ് ആണ്. ദാറ്റ് ഈസ് അത് പ്രോഫിറ്റ് ആണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അത് 70,000 റുപ്പീസ് ആണ്. ഓക്കെ, ദെൻ ഇതാണ് അതിൻ്റെ ഒരു ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ ക്യാഷ് ഫ്ലോ ആണ്, ക്യാഷ് ഇൻഫ്ലോ ആണ്. അതെന്ന് പറയുന്നത് 50,000 റുപ്പീസിൽ നിന്നും 70,000 നമുക്ക് പ്രോഫിറ്റ് കൂടുകയാണ്. അപ്പൊ എക്സസ് 50,000 റുപ്പീസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ മോഡൽ എക്ക് കിട്ടുന്നത്. സൂപ്പർ മോഡൽ നമുക്ക് 70,000 കിട്ടും. അങ്ങനെ അതിന്റെ ഡിഫറൻസ് ആയ 20,000
എക്സസ് നമുക്ക് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ഓർ അഡീഷണൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. മോഡൽ എനെ റീപ്ലേസ് ചെയ്ത് മോഡൽ സൂപ്പർ മോഡൽ എന്ന് പറയുന്ന മെഷീൻ നമ്മൾ കൊണ്ടുവച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തി സെയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണലി എന്ത് കിട്ടും? ഓരോ വർഷവും പെർ ഇയറിലെ കോസ്റ്റ് ആണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്, പെർ ഇയർ സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ വർഷവും പെർ ഇയർ ഇൻക്രിമെന്റൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 20,000 rupees നമുക്ക് അഡീഷണൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 5 yearsന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. 5 yearsന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ക്യാഷ് മുടക്കി 1,10,000 rupees ക്യാഷ് മുടക്കാനൊരു ഡിസിഷൻ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടെത്തണം. ഓക്കെയാണ്. ഞാൻ ഇവിടെ സ്റ്റെപ്പ് 1ന്റെ ആൻസർ ഇവിടെ എഴുതുന്നു, ഒരു 1,10,000. സ്റ്റെപ്പ് 2ന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻക്രിമെന്റൽ ക്യാഷ് ഇൻഫ്ലോ. ഓരോ വർഷവും 20,000 വെച്ചിട്ട് കിട്ടുന്നു. അങ്ങനെ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓരോ വർഷത്തെയും പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ഞാൻ എഗെയിൻ ഒരു ഇത് കൺസ്ട്രക്ട് ചെയ്യണം. ഇയർ cash flow, PV factor, present value PV of cash in year 1, 2, 3, 4, 5. 5 yearsന്റെ കേസ് ഇവിടെ പറയുന്നത് ഓരോ വർഷവും 20,000 rupees വെച്ചിട്ട് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും. നമ്മൾ സൂപ്പർ മോഡലിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഓരോ വർഷത്തെയും 14% കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ബേസിലുള്ള എന്ത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്? PV ഫാക്ടർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ 0.877, സെക്കൻഡ് കേസിൽ 0.769, തേർഡ് കേസിൽ 0.675, ഫോർത്ത് കേസിൽ 0.592, ഫിഫ്ത്ത് കേസിൽ 0.519. നമുക്കിതിനെ എന്ത് ചെയ്യാം? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. 20,000 into 0.877, 17,540. 20,000 into 0.769, 15,380. 20,000 into 0.675, 13,500. 20,000 into 0.592, 11,840. 20,000 into 0.519, 10,380. ഓക്കെ, ഇതിന്റെ ടോട്ടൽ എടുക്കണം. ഇതിന്റെ ടോട്ടൽ ആണ് എന്തെന്ന് പറയുന്നത്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, 17,540 പ്ലസ് 15,380 പ്ലസ് 13,500 plus 11,840 plus 10,380. Okay, 68,640. 68,640. 68,640 ആണ് എന്തെന്ന് പറയുന്നത്. ഇതിന്റെ ഒരു 20 rupeesന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് കോസ്റ്റിൽ ചെയ്തിരിക്കുന്ന PV ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 68,660 ആണ്. അത് ഇത് റൗണ്ട് ചെയ്തതിലുള്ള ഏതോ ഒരു ഫിഗറിലുണ്ടാകുന്ന വ്യത്യാസം, ജസ്റ്റ് 20 ഉള്ളൂ, അതൊരു മാറ്ററേ അല്ല. അപ്പോൾ 68,640 ഞാൻ ചെയ്തതാണ്. സ്റ്റെപ്പ് 2ന്റെ ആൻസർ എന്ന് പറയുന്നത് 68,640 ആണ്. ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ എന്ത് കണ്ടുപിടിച്ചു? പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കമ്പ്യൂട്ട് ചെയ്തു. ദെൻ നമുക്ക് ഓരോ വർഷവും 20,000 വെച്ചിട്ട് ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നു. അതിന്റെ ഓരോ വർഷത്തെയും PV ഫാക്ടർ കൊണ്ട് ഇൻഡ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ എടുത്തു. ആ ടോട്ടലാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പം നമ്മുടെ 2 സ്റ്റെപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ആൻസർ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ്
ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ. ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ റെസിഡ്യൽ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യുമ്പോഴോ അതിൻ്റെ ഒരു ലൈഫ് പീരീഡ് കഴിയുമ്പോഴോ നമുക്ക് തിരികെ കിട്ടുന്ന എമൗണ്ട് ആണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സൂപ്പർ മോഡൽ എന്ന് പറയുന്ന ഓപ്ഷന് എന്തില്ല, റെസിഡൽ വാല്യൂ ഇല്ല. അപ്പോൾ അത് നില്ലാണ്, നമുക്കൊന്നും കിട്ടത്തില്ല, ഇൻഫ്ലോ ഇങ്ങോട്ട് ഉണ്ടാകത്തില്ല. ഈ സാധനം 5 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ക്രാപ്പ് ഇല്ല. ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ ആണ്. നെറ്റ് പ്രസന്റ് വാല്യൂ ഈക്വൽ ടു സ്റ്റെപ്പ് 2 പ്ലസ് സ്റ്റെപ്പ് 3 മൈനസ് സ്റ്റെപ്പ് 1. ഇവിടെ സ്റ്റെപ്പ് 2ന്റെ ആൻസർ എന്ന് പറയുന്നത് 68,640 പ്ലസ് സ്റ്റെപ്പ് 3ന്റെ ആൻസർ എന്ന് പറയുന്നത് 0 മൈനസ് സ്റ്റെപ്പ് 1ന്റെ ആൻസർ എന്ന് പറയുന്നത് 1,10,000. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 68,640 പ്ലസ് 0 മൈനസ് 1,10,000 ആണ്. അപ്പോൾ അത് നെഗറ്റീവ് ഫിഗർ ആണ്. നെഗറ്റീവ് ഫിഗർ ആയ 41,340 റുപ്പീസ് ആണ്. അപ്പോൾ ഇത് റിജക്ട് ഡിസിഷൻ ആണ്. വൈ ഇൻ ദ സെൻസ് നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ എൻ പി വി മെത്തേഡിന്റെ അക്സെപ്റ്റൻസ് കൂടി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എൻ പി വി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല, നെഗറ്റീവ് ആവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് ഫിഗർ. ഓൺലി ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ അക്സെപ്റ്റബിൾ ഡിസിഷൻ ഓർ അക്സെപ്റ്റഡ് ഡിസിഷൻ. ദെൻ ഇവിടെ 41,340 എന്ന് പറഞ്ഞ നെഗറ്റീവ് ഫിഗർ ആണ്. അപ്പോൾ എന്താണ്, റിജക്ട് ഡിസിഷൻ ആണ്. നമ്മൾ റിജക്ട് ചെയ്യണം. മോഡൽ എയിൽ നിന്നും സൂപ്പർ മോഡലിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. സൂപ്പർ മോഡൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ മോഡൽ കയ്യിലിരിക്കുന്ന മോഡൽ എ എന്ന് പറയുന്ന മെഷീൻ റീപ്ലേസ് ചെയ്തിട്ട് സൂപ്പർ മോഡൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് 41,340 രൂപ, 41,340 ലോസ് ആയിരിക്കും. ഓക്കെ, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഇവിടെ നടക്കുന്നത്, ഇൻഫ്ലോ കുറവാണ്. ഓക്കെ ആണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയ നമുക്ക് മോഡൽ എ വിറ്റിട്ട് നമുക്ക് സൂപ്പർ മോഡൽ പർച്ചേസ് ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് ഡിസിഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ ഇൻക്രിമെന്റൽ അപ്രോച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻക്രിമെന്റൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് സ്റ്റെപ്പ് 2 വരുന്നത്. ഇവിടെ 20,000 പെർ ഇയർ നമുക്ക് കിട്ടി. ദെൻ നമുക്കിനി വരുന്നത് നമ്മൾ 2 ഓപ്ഷൻസ് ഇനിയുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ് നമ്മളിലുള്ളത്. തൊട്ട് മുന്നേ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈ ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ ഫസ്റ്റ് കേസിൽ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മോഡൽ എയിൽ നിന്നും മോഡൽ എ റീപ്ലേസ് ചെയ്തിട്ട് സൂപ്പർ മോഡലിലോട്ട് പോകണമെന്നായിരുന്നു. ഇപ്പം ആസ് എ പ്രൊഡ്യൂസർ ഞാൻ എൻ്റെ മുന്നിലുള്ളത് 2 ഓപ്ഷൻസ് ആണ്. ഞാൻ മോഡൽ എ പർച്ചേസ് ചെയ്യണോ, സൂപ്പർ മോഡൽ പർച്ചേസ് ചെയ്യണോ. ഞാനിപ്പോൾ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഞാൻ പുതുതായിട്ട് മോഡൽ എ എന്ന് പറയുന്ന മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഞാൻ മോഡൽ എ ഇൻസ്റ്റാൾ ചെയ്യണോ, സൂപ്പർ മോഡൽ ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇവിടെ ഞാൻ ചെയ്യേണ്ടത് മോഡൽ എ എന്ന് പറയുന്ന മെഷീൻ്റെ ഫുൾ ആയിട്ടുള്ള നെറ്റ് പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. സൂപ്പർ മോഡൽ എന്ന് പറയുന്ന മെഷീൻ്റെ ഫുൾ ആയിട്ടുള്ള നെറ്റ് പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. ഇതിൽ മോഡൽ എക്കാണോ സൂപ്പർ മോഡലിലാണോ പോസിറ്റീവ് ആയിട്ടുള്ള നെറ്റ് പ്രസന്റ് വാല്യൂ എമൗണ്ട് കൂടുതലുള്ളത്, അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡൽ എക്കുള്ളത് നോക്കാം. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് മോഡൽ എ ഉണ്ട്. സ്റ്റെപ്പ് 1 നമ്മുടെ എൻ പി വിയിലെ സെയിം സ്റ്റെപ്പ് ആണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇവിടെ മോഡൽ എ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കാവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1 lakh rupees ആണ്. മെഷീന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ഓക്കെ, then step 2 എന്ന് പറയുന്നത് present value of cash inflow. present value of cash inflow ആണ് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്. ഇവിടെ present value of cash inflow എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യന്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് കിട്ടുന്നത്, മോഡൽ എ എന്ന് പറയുന്ന മെഷീനിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 50,000 rupees ആണ്. പെർ ഇയർ നമ്മൾ എന്ത് ചെയ്യും, 50,000 rupees ജനറേറ്റ് ചെയ്യും. 50,000 rupees as
കമ്പ്യൂട്ടഡ് earlier. ശ്രദ്ധിക്കണം, ആ 50,000 റുപ്പീസ് ഞാൻ എടുത്തത് നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പിൽ തൊട്ട് മുന്നേ ചെയ്ത പാർട്ടിനകത്ത് നമ്മൾ സ്റ്റെപ്പ് 2-നകത്ത് നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻക്രിമെന്റൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്ന ഒരു കേസ് ചെയ്തു. അതിനകത്ത് മോഡൽ എയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര, സൂപ്പർ മോഡലിൽ കിട്ടുന്ന പ്രോഫിറ്റ് എത്ര ഞാൻ അവിടെ എഴുതി. അവിടെ 50,000 റുപ്പീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഓരോ വർഷവും 50,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അതേ ഇൻറ്റു 5 ഇയേഴ്സിലെയും പ്രസന്റ് വാല്യൂ എല്ലാം കൂടെ പി വി ഫാക്ടർ എല്ലാം കൂടെ കൂട്ടിയാൽ മതി. 5 ഇയേഴ്സിലെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് .877 പ്ലസ് 0.769 പ്ലസ് 0.675 പ്ലസ് 0.592 പ്ലസ് 0.519. ഓക്കെ, ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3.433 എന്ന് കിട്ടും. 5 ഇയേഴ്സിലെ പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സിന്റെ ടോട്ടൽ ആണ് 3.433 എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോ വർഷം കിട്ടുന്ന 50,000 റുപ്പീസ് ഇൻറ്റു 3.433 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും, ഈ 5 വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം 1,71,650 റുപ്പീസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സ്റ്റെപ്പ് 2 പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നത്. Then step 3, present value of terminal cash inflow. മോഡൽ എക്ക് എന്തില്ല, റെസിഡൽ വാല്യൂ ഇല്ല, അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഇല്ല, അത് നില്ലാണ്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 പ്ലസ് സ്റ്റെപ്പ് 3 minus step 1, that is net present value equal to step 3 ആയ 1,71,650 minus step 1 ആയ 1 lakh rupees, that is 71,650 is the net present value here. 71,650 നമുക്ക് എന്ത് കിട്ടും, 5 വർഷം ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഞാൻ പറയുന്നു മോഡൽ എയുടെ NPV എന്ന് പറയുന്നത് 71,650 റുപ്പീസ് ആണ്. ഇത്രയും നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ മോഡൽ എയുടെ നെറ്റ് പ്രസന്റ് വാല്യൂ ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത് 71,650 റുപ്പീസ്. ദെൻ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, തൊട്ടടുത്ത മോഡലായ സൂപ്പർ മോഡൽ എന്ന് പറയുന്ന മെഷീന്റെ പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നു. സൂപ്പർ മോഡൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് present value of cash outflow, cost of machine. 1,50,000 റുപ്പീസ് ആണ് ഞാൻ പുതുതായിട്ട് സൂപ്പർ മോഡൽ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 70,000 റുപ്പീസ് ആണ്. ഒരു വർഷം നമുക്ക് സൂപ്പർ മോഡൽ എന്ന് പറയുന്ന മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. അത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ബോക്സ് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു ആസ് കമ്പ്യൂട്ടഡ് earlier. ഓക്കെ, ദെൻ 70,000 റുപ്പീസ് ആണ്. നമുക്ക് അതിന്റെ പി വി ഫാക്ടർ അറ്റ് 14%, 5 ഇയേഴ്സിന്റെയും പി വി ടോട്ടൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഓരോ വർഷത്തിൽ തന്നു, അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ 3.433 എന്ന് നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 2,40,310 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ സ്റ്റെപ്പ് 3 ചെയ്യാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ. ഇവിടെ പ്രസന്റ് വാല്യൂ ഓഫ് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ നില്ലാണ്. ഇവിടെ റെസിഡൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഒന്നും ഈ പർട്ടിക്കുലർ മെഷീനും ഇല്ല, രണ്ട് മെഷീൻസിനും ഇല്ല. ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 പ്ലസ് സ്റ്റെപ്പ് 3 മൈനസ് സ്റ്റെപ്പ് 1. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 2 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 lakh നെറ്റ് പ്രസന്റ് വാല്യൂ ഈക്വൽ ടു 2,40,310 പ്ലസ് 0 മൈനസ് സ്റ്റെപ്പ് 1ന്റെ ഔട്ട്പുട്ട് ആയ
1,50,000. ഓക്കെ, അപ്പൊ 90,003 ടൺ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇവിടുത്തെ NPV എന്ന് പറയുന്നത് 90,003 ടൺ ആണ്. മോഡൽ എയുടെ നെറ്റ് പ്രസന്റ് വാല്യൂ നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. നെറ്റ് പ്രസന്റ് വാല്യൂ 71,650. ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്റ്റിന്റെ ഡിസിഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വെദർ വി ഹാവ് ടു ഗോ ഫോർ എ ഓർ വെദർ വി ഹാവ് ടു ഗോ ഫോർ സൂപ്പർ മോഡൽ. ഹിയർ നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ രണ്ടിന്റെയും ഇൻഡിവിജ്വലി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു, കണ്ടുപിടിച്ചിട്ട് ഇൻഡിവിജ്വൽ നെറ്റ് പ്രസന്റ് വാല്യൂ ഏതിനാണോ കൂടുതലുള്ളത് അതായിരിക്കും നമുക്ക് അക്സെപ്റ്റഡ് ഡിസിഷൻ. ഇവിടെ സെക്കൻഡ് മോഡൽ ആയ സൂപ്പർ മോഡലിനാണ് എന്തെന്ന് പറയുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ കൂടുതൽ 90,003 ടൺ റുപ്പീസ് ഉണ്ട്. ഹിയർ ഡിസിഷൻ എഴുതണം അല്ലെങ്കിൽ കമന്റ് എഴുതണം. ഈക്വൽ ടു സൂപ്പർ മോഡൽ ഈസ് അക്സെപ്റ്റബിൾ because it has higher net present value when comparing model A. Okay, ഇതാണ് ഫുൾ ക്വസ്റ്റ്യൻ. ഇതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ. ഡിസിഷൻ എഴുതണം. ഡിസിഷൻ എഴുതി കഴിഞ്ഞാലേ നമുക്ക് ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ, ഒക്കെ ഫുൾ മാർക്ക് കിട്ടും.